ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് നടക്കുന്ന സനാതന ഹോസ്പിറ്റല് കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഒരുപക്ഷെ നമ്മൾ ഗ്രാമവാസികൾക്ക് ഏറ്റവും പ്രതീക്ഷയേക്കുന്ന ഒരു സ്ഥാപനം പഞ്ചായത്തിനോട് ചേർന്ന്, അതും തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസാണ്. പ്രസിഡന്റും തുടർന്ന് മറ്റുള്ള മെമ്പേഴ്സും അവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും എത്തി, മറ്റുള്ളവരൊന്നും എത്തി കഴിഞ്ഞിട്ടില്ല. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള ആദിച്ചൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രാപ്തിയാക്കിയ ഒരു ഷെയ്ക്ക് ഉണ്ട്, അദ്ദേഹമാണ് ചെയ്തത് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് പിന്നെ ഈ പടം വരച്ച വ്യക്തി എന്തുകൊണ്ട് ഇവിടെ രാജേഷൻ ഇല്ല, ഒരാൾ വരച്ചതാണ്. അദ്ദേഹത്തിന് അയാളുടെ ഒരു കഴിവുണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ 2016 തൊട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഈ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് എനിക്ക് അടൂരായിരുന്നു. അതിനുശേഷം തെലുങ്കുവലത്ത് ഞാൻ അവിടെ ലേബർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ലേബർ പോയി ഞാനാണ് ഏകദേശം 50 ഡെലിവറിയോടൊക്കെ എത്തി. അപ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫർ ആവുന്നത്. പിന്നെ ട്രാൻസ്ഫർ ഞാൻ പുതുക്കാടാണ്. പുതുക്കാട് ഞാൻ ലേബർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രാൻസ്ഫർ കുറേ പേരുടെ സഹായത്താൽ ലഭിക്കുകയുണ്ടായതുള്ളത് എനിക്കുണ്ട്. അദ്ദേഹം പ്രദീപ് സാറാണ്. അദ്ദേഹം ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഞങ്ങൾ ഇതിനകത്ത് നിർദ്ദേശിക്കുകയുണ്ടായി. 500-600 പേഷ്യൻസ് നമ്മൾ 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷ തന്നെയാണ് പേഷ്യൻസ് തന്നെ ഇട്ട പേരാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ആപ്പിൻ്റെ എക്ട് ചെയ്താണ്. അപ്പോൾ ഈ പേരൊക്കെ പണ്ട് 1-2 വർഷം മുന്നേ തീരുമാനിച്ചതാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹം ഒരു IVF സെൻറ്റർ തുടങ്ങാനുള്ളതാണ്. അതും ഉടൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 1-1.5 വർഷത്തിനുള്ളിൽ നമുക്ക് IVF സെൻറ്ററിലോട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത്. ഇതുവരെ നമുക്കിവിടെ കിട്ടുന്നത് അൾട്രാസൗണ്ട് സേവനങ്ങൾ കിട്ടും. വൺ ഓഫ് ദ ബെസ്റ്റ് അൾട്രാസൗണ്ട് മെഷീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വില ഞാൻ പറയുന്നില്ല, കാരണം വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ IUI സർവീസുണ്ട്, ആൻഡ്രോളജി മെയിൽ സർവീസുകളുണ്ട്, ഫീമെയിൽ ഫെർട്ടിലിറ്റിയുടെ എല്ലാ സർവീസുകളുണ്ട്, ലാബ് സർവീസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ലഭ്യമാണ്. ഉണ്ണി വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. ആ സ്വപ്നങ്ങളെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം സ്വപ്നങ്ങളും അത്രമാത്രം സ്പീഡും മൾട്ടി ടാസ്കിങ്, ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരുമിച്ച് എനിക്ക് തോന്നുന്നു പശുവിനാണ് വളർത്തുന്ന കേരളത്തിലെ ഡോക്ടർ ഉണ്ട്. എല്ലാവർക്കും ഒരു കൈത്താങ്ങാകണം. നാളെ ലോകം അങ്ങനെയാണ് അറിയേണ്ടത്. സമയവും എല്ലാം സാക്രിഫൈസ് ചെയ്ത് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാം, എങ്ങനെ അവരെ ഇമോഷണലി മനസ്സിലാക്കി അവരോട് പെരുമാറാം എന്നുള്ള വളരെ ടച്ചിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാഷൻ ഒരിക്കലും ഞാൻ ഇതുവരെ ഇങ്ങനെ ആളെ കണ്ടിട്ടുമില്ല, ഇനി കാണാൻ പറ്റത്തുമില്ല. അത് ഉറപ്പാണ്. അത്രമാത്രം പാഷനറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്.
മാത്രമല്ല എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സൗജന്യമായി, എനിക്ക് ഡോക്ടർ പറയുന്ന ആ വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സൗജന്യമായിട്ടൊരു IUI-യോ IVF-ഓ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നാൽ അത് എനിക്ക് തീരുമാനിക്കണം, ആർക്കൊക്കെ കൊടുക്കണം ഫ്രീ. അപ്പൊ അതിനെനിക്ക് അതിന്റെ സ്വന്തം സ്ഥാപനം പറ്റുള്ളൂ. അദ്ദേഹം നമ്മുടെ വിക്ടോറിയ ഹോസ്പിറ്റലിലെ ഗൈനക്കിന്റെ ഹെഡാണ് ഡോക്ടർ മിനിയസ് നായർ. എന്റെ മോനാണ്. എനിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ, എല്ലാം നല്ല ചെയ്യാനുള്ള ആ കഴിവും ആരോഗ്യവും ഉണ്ടാവട്ടെ, നല്ലതേ വരാവൂ. അപ്പോൾ ജയകുമാർ എന്നാണ്, അമ്മയുടെ അനിയനാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് പ്ലസ് മാനേജർ പ്ലസ് എല്ലാം. അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ ഏറ്റവും അവസാനത്തെ നന്ദി ഇദ്ദേഹത്തിനാണ്. പക്ഷെ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇദ്ദേഹത്തിന് തന്നെയാണ്. എൻ്റെ കൂടെ ഞാൻ അവിടെ ക്രാഫ്റ്റിലായിരുന്നപ്പോഴും ഓരോന്നിനും കൂടെ നിന്നു. കിനാവിലെന്റെ കണ്ണ് മൂടിവാ, നാമേറെ മാറിയെങ്കിലും കാലം കഴിഞ്ഞു പോകിലും നീലാവ് കോർത്ത മുത്തുപോയേവാ.